असदो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ओम शांति शांति शांति. सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां. रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः. कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे വാത്മീകികോകിലം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അഗണ്യഗുണമാദ്യന്തം അവ്യയം അപ്രമേയം അഖിലജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം പരതമഹം പ്രണതോസ്മി സന്തതം രാമം. महितकटाक्षविक्षेपितामरशुचं रहितावधि सुखमिन्दिरामनोहरं श्यामलं जडामकुडोज्ज्वलं शापशरं कोमलकराम्बुजं प्रणतोऽस्म्यहं रामं. भुवनकमनीयरूपमीडितं शतरविभासुरम् अभीष्टप्रदं शरणदं सुरपादव മൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമരാമം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം രാമായണ വിചാരത്തിൽ നമ്മൾ കണ്ടത് സീതാദേവിയെ രാവണൻ അപഹരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ്. മാരീചൻ ഒരു സ്വർണവർണ്ണമാർന്ന മാനായി പർണശാലയിലെത്തുകയും ആ മാനിനെ കണ്ട് സീത മോഹിക്കുകയും മാനിനെ കൈക്കലാക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രൻ അതിന് പിറകെ പോവുകയും മാരീചൻ്റെ കരച്ചിൽ കേട്ട് ലക്ഷ്മണനും പുറപ്പെടുകയും സീത പർണശാലയിൽ ഏകയായി തീരുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടത്. സീത പർണശാലയിൽ ഏകയായിരിക്കുമ്പോൾ അവിടേക്ക് താപസവേഷധാരിയായ ഒരാൾ എത്തുന്നു. അത് മറ്റാരും അല്ലായിരുന്നു, സാക്ഷാൽ ലങ്കേശനായ രാവണൻ തന്നെയായിരുന്നു. രാവണൻ സീതാസവിധത്തിലെത്തി സീതയോട് പറയുന്നു, ഞാൻ ലങ്കേശനായ രാവണൻ തന്നെയാണ്, നീ എനിക്കൊപ്പം പോരണം. എന്തിനാണ് ഇത്രയും സുന്ദരിയായ നീ ഒരു കാട്ടിൽ ഇങ്ങനെ വസിക്കുന്നത്? രാമനോടൊപ്പമുള്ള ഈ ജീവിതം എത്ര ദുഷ്കരമാണ് നിനക്ക്. അതുകൊണ്ട് സ്വർണമയിയായ ലങ്കയിലേക്ക് നിനക്ക് സുസ്വാഗതം എന്ന് പറയുന്നു. പക്ഷേ സീത അതിന് തയ്യാറല്ലായിരുന്നു. പാതിവൃത്യഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന സീതയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വചനം പോലും ശ്രവിക്കുക അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് സീത രാവണനോട് പറയുന്നു, നിൻ്റെ മോഹം സാധ്യമല്ല എന്ന് തന്നെ രാവണനെ അറിയിക്കുന്നു. പക്ഷേ രാവണൻ ബലാത്കാരമായി സീതയെ പിടിച്ച് തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി പറക്കുന്ന രംഗമാണ് നാം കാണുന്നത്. സീതയ്ക്ക് മനസ്സിലാകുന്നു എന്താണ് അപകടം എന്നുള്ളത്, താൻ ഏതൊരു അപകടസന്ധിയിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ലക്ഷ്മണകുമാരനെ സുരക്ഷിതത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മാനിനു പിറകെ പോയത്. പക്ഷേ ആ ലക്ഷ്മണകുമാരനെ താൻ തന്നെ ഭത്സിച്ച് ഇവിടെ നിന്ന് അകറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെയാണല്ലോ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ
നാം ഒറ്റപ്പെട്ടവരായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആരുമാരും തുണയില്ലാതെ നിൽക്കുന്ന ആ ഏകാന്തമായ അവസ്ഥയിൽ സീത ഉറക്കെ വിലപിക്കുന്നു. ആരാണ് രക്ഷ? തനിക്ക് രക്ഷയ്ക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥ. ഈ കരച്ചിൽ, ആ കാനനം മുഴുവൻ മുഴങ്ങുകയും ആ ശബ്ദം കേട്ട് അവിടെ നിന്ന് ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ അങ്ങോട്ട് പറന്നെത്തുകയും ചെയ്യുന്നു. ഭീമാകാരനായ ആ പക്ഷിശ്രേഷ്ഠൻ ഉടൻ തന്നെ തൻ്റെ നഖങ്ങളും ചിറകും ഉപയോഗിച്ചുകൊണ്ട് രാവണനോട് ഏറ്റുമുട്ടുന്നു. രാവണരഥത്തിൻ്റെ ആ തേർത്തടം തനിക്ക് കൊത്തിപ്പൊളിക്കാവുന്നത് പോലെ, അടിച്ചു തകർക്കാവുന്നത് പോലെ എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും പ്രതിരോധങ്ങളും ജടായു തീർക്കുന്നു. പക്ഷേ രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് അവയെല്ലാം, ആ ചിറകുകളെല്ലാം അറുത്തിടുകയും ചെയ്യുന്നു. ഒടുവിൽ ചോരയൊലിപ്പിച്ച് പക്ഷങ്ങൾ പോയ ആ പക്ഷിശ്രേഷ്ഠൻ അവിടെ വീണ് കിടക്കുന്നു. സീതയെയും കൊണ്ട് രാവണൻ ആകാശമാർഗെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ആകാശമാർഗെ സഞ്ചരിക്കുമ്പോൾ സീത ഒരു പർവ്വതത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ താഴെ 4 വാനരർ അവിടെ ഒരു പർവ്വതത്തിന് മുകളിൽ, പർവ്വതാഗ്രത്തിൽ നിൽക്കുന്നത് സീത കാണുകയാണ്. സീത ഉടൻ തന്നെ തൻ്റെ ഉത്തരീയമെടുത്ത് അതിൻ്റെ ഒരു ഭാഗം കീറി തൻ്റെ ആഭരണങ്ങളെല്ലാം അതിൽ കെട്ടി താഴേക്ക് അവർ നിന്നിടത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. ഒരുപക്ഷെ ഈ അടയാളങ്ങൾ എങ്കിലും കണ്ട് രാമചന്ദ്രനും ലക്ഷ്മണനും താൻ എവിടെയെന്ന് തിരിച്ചറിയാൻ ആയെങ്കിലോ എന്നോർത്തുകൊണ്ടാണ് ഇത് ആ വാനരന്മാരുടെ കൈകളിലേക്ക് ഈ ആഭരണങ്ങളുടെ കെട്ട് അവരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. ഈ സമയത്താണ് ശ്രീരാമ ലക്ഷ്മണന്മാർ മാരീച നിഗ്രഹത്തിന് ശേഷം തിരികെ പർണശാലയിലേക്ക് വരുന്നത്. ഏറെ ദുഃഖിതനാണ് രാമൻ, ഏറെ പരിഭ്രമത്തിലാണ്. അവർ അതിവേഗം പർണശാലയിൽ എത്തുമ്പോൾ കാണുന്നത് സീതയെ അവിടെ കാണുന്നില്ല. സീതയെ കാണാതാകുമ്പോൾ വലിയ വലിയ ദുഃഖത്തിലായി തീരുകയാണ് രാമൻ. പെട്ടെന്നാണ് അവരുടെ കാഴ്ചയിൽ ഭീമാകാരനായ ജടായുവിനെ കാണുന്നത്. ഈ ഭീകര സത്വത്തെ കാണുമ്പോൾ രാമൻ കരുതുന്നത് ഒരുപക്ഷെ രാക്ഷസീയമായ ഈ ജീവിയായിരിക്കുമോ തൻ്റെ പത്നിയെ ആഹരിച്ചിട്ടുള്ളത് എന്നാണ്. ഉടൻ തന്നെ ആയുധമെടുത്ത് ആ ജടായുവിനെ വധിക്കാൻ ഒരുങ്ങുകയാണ് രാമൻ. അപ്പോൾ ജടായു രാമനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, വധ്യനല്ലഹം, ഞാൻ വധം അർഹിക്കുന്നവനല്ല, ഞാൻ രക്ഷകനായി ഇവിടെ വന്നതാണ്. നിനക്ക് കാണാമല്ലോ, എൻ്റെ പക്ഷങ്ങൾ അരിഞ്ഞിട്ടിരിക്കുകയാണ്, രാവണൻ അരിഞ്ഞിട്ടതാണ്. നിൻ്റെ പത്നിയെ കൊണ്ടുപോകുമ്പോൾ ഞാനാണ് പ്രതിരോധിക്കാൻ ഉണ്ടായ ഏക വ്യക്തി. അതുകൊണ്ട് അങ്ങനെ വധിക്കരുത് എന്ന് പറയുന്നു. മാത്രമല്ല ജടായു, ഞാൻ നിൻ്റെ അച്ഛനായ ദശരഥൻ്റെ മിത്രം കൂടിയാണ് എന്നുകൂടി ജടായു ശ്രീരാമദേവനെ അറിയിക്കുന്നു. ശ്രീരാമദേവന് ഉടൻ തന്നെ തൻ്റെ തെറ്റ് മനസ്സിലാവുകയും ജടായുവിനെ തൊട്ട് തലോടുകയും ചെയ്യുന്നു. അതീവ കടുത്ത വേദനയിലും ചോരയൊലിപ്പിക്കുന്ന ആ അവസ്ഥയിലും ജടായുവിന് ഏറെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടായി. ആ രാമ
കരസ്പർശത്തിൽ എല്ലാ വേദനകളും മറന്നു ജടായു രാമനെ അവിടെ സ്തുതിക്കാൻ തുടങ്ങി. ജടായു സ്തുതി എന്ന് പറയുന്നത് പ്രണതോസ്മ്യഹം രാമം എന്ന് ഓരോ 4 വരിയിലും അവസാനിപ്പിക്കുന്ന ആ ശ്ലോകം അത്യന്തം മനോഹരമായ ഒരു സ്തുതി തന്നെയാണ്. രാമായണത്തിൽ നാം കാണുന്ന ഏറ്റവും മനോഹരമായ സ്തുതികളിൽ, രാമസ്തുതികളിൽ ഒന്നാണ് ജടായു ശ്രീരാമനോട് നടത്തുന്ന സ്തുതി. ശ്രീരാമനോട് ജടായു പറഞ്ഞു, ഒരൊറ്റ ആഗ്രഹമേയുള്ളൂ, അങ്ങയുടെ സ്പർശമേറ്റ് എനിക്ക് അങ്ങയിലേക്ക് സാരൂപ്യം പ്രാപിക്കണം എന്നുള്ളത് തന്നെയാണ്. ശ്രീരാമദേവൻ ആ ജടായുവിനെ എടുത്ത് ആ ജടായുവിൻ്റെ ശിരസ് തൻ്റെ മടിയിൽ വച്ച് കൈകൾ കൊണ്ട് തലോടിക്കൊണ്ടേയിരുന്നു. രാമദേവൻ്റെ മിഴികൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. നോക്കൂ, പക്ഷിമൃഗാദികളിൽ പോലും നിറഞ്ഞിരിക്കുന്ന കാരുണ്യം, കരുതൽ, പാരസ്പര്യം രാമായണത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലും ഓരോ വരികളിലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ജടായു ഒടുവിൽ അന്ത്യശ്വാസം വലിക്കുകയും ആ ജടായു ശ്രീരാമചന്ദ്രനിലേക്ക് ലയിക്കുകയും സാരൂപ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ജടായുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ലക്ഷ്മണൻ നടത്തുന്നു. അങ്ങനെ ആ രംഗം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന 2 ജീവിതപാഠങ്ങളാണ് ഉള്ളത്. ഒന്ന് സീതാദേവിയുടെ ജീവിതപാഠം. ഒരു സ്വർണ്ണവർണ്ണമാർന്ന മാനിനെ കണ്ട് മോഹിച്ച സീത, ആ സീതയുടെ ആനന്ദങ്ങൾ പിന്നീട് നമുക്ക് രാമായണത്തിൽ ഒരിക്കലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. രാമായണം ഒരു പുണ്യപുരാതന ഗ്രന്ഥം എന്നതിന് അപ്പുറം നമ്മുടെ ജീവിതത്തോട് രാമായണം എങ്ങനെ സംവദിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സീതയുടെ കഥ എന്നുള്ളത്. രക്ഷയായി നിൽക്കുന്നവരെപ്പോലും പറഞ്ഞുവിടുന്ന സീത, ഒരു സ്വർണ്ണവർണ്ണമാർന്ന മാനിനെ കണ്ട് മോഹിക്കുന്ന സീത, ഒരു നിറത്തോടുള്ള മോഹമായിരിക്കാം ഒരു പക്ഷേ. ഇന്നുമുണ്ട് കാഞ്ചനത്തോട്, വർണ്ണത്തോട് നമുക്കുള്ള ഒടുങ്ങാത്ത ആസക്തികൾ, ആഗ്രഹങ്ങൾ. അങ്ങനെ തൻ്റേതായ തനിക്ക് അനുചിതമല്ലാത്ത മോഹങ്ങൾക്ക് പിറകെ, ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ ദുരന്തങ്ങൾ ഏതു വഴിയേ കടന്നു വരും എന്ന് നമുക്കറിയില്ല. ആ സീതയുടെ ആനന്ദം പിന്നീട് രാമായണത്തിൽ ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സീതയെ ദുഃഖപുത്രിയാക്കി മാറ്റിയത് ഇത്തരമൊരു മോഹം മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രാമായണത്തിൽ ഒരുപാട് കണ്ണുനീരിന് കാരണമാക്കിയത് സീതയുടെ ഈ ചെറിയ ഒരു മോഹമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇന്നും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ കണ്ടെത്താൻ പറ്റും എത്രയെത്ര സീതമാരാണ് ചില മോഹങ്ങളുടെ പിറകെ നടന്ന് ജീവിതം കണ്ണുനീറാൽ നിറയ്ക്കുന്നത് എന്നുള്ളത്. ഒരുപാട് സീതമാർ ഇന്ന് നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് രാവണനെത്തിയത് താപസവേഷധാരിയായിട്ട് ആയിരുന്നു എങ്കിൽ ഇന്ന് രാവണന്മാർ എത്തുന്നത് താപസവേഷധാരിയായിട്ടല്ല. യുഗം ത്രേതായുഗമായതിനാൽ താപസവേഷത്തിനായിരുന്നു പ്രാധാന്യം. ഇത് യുഗം കലിയുഗമായതിനാൽ താപസവേഷത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റു പല വേഷങ്ങളിലുമായി ഒരുപാട് രാവണന്മാർ പുളച്ചു നടക്കുന്ന ഭൂമിയിലാണ്, സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തു വേണം? ശ്രദ്ധയുണ്ടാകണം എന്ന് പറയുന്ന വലിയ പാഠത്തെയാണ് രാമായണം പകർന്നു തരുന്നത്. ഇതൊരു പുണ്യഗ്രന്ഥം മാത്രമായി നാം വായിച്ചാൽ ഒരുപക്ഷെ ഇതിൻ്റെ പൊരുളിലേക്ക്
ജീവിതത്തോട് രാമായണം എങ്ങനെ സംവദിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തീരും. എന്നാൽ അതിൻ്റെ വാക്കുകൾക്ക് അപ്പുറത്തും ഉള്ള അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തോട് ഒരുപാട് പറയാനുണ്ട് രാമായണത്തിന്. ഏറ്റവും വലുത് ശ്രദ്ധയുടെയും ധർമ്മത്തിൻ്റെയും പാഠങ്ങളാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് പരസ്പരം ഭാവയന്ത, പാരസ്പര്യത്തിൻ്റെ വലിയ ഒരു പാഠമാണ്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്നും എൻ്റെ ജീവിതം കൊണ്ട് മറ്റു ജീവിതങ്ങൾക്കും താങ്ങാകണം, തണലാകണം എന്നും ഉള്ള വലിയ ഒരു അർത്ഥതലത്തെ രാമായണം നമ്മുടെ മുമ്പിൽ പകർന്നു തരുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം കൊണ്ടും ഇതാ ഇപ്പോൾ ഈ കാണുന്ന പക്ഷിയുടെ ജീവിതം കൊണ്ടും, ജടായു എന്ന് പറയുന്ന പക്ഷിയുടെ ജീവിതം കൊണ്ടും നമുക്ക് ആ പൊരുളാണ് വ്യക്തമായി തീരുന്നത്. ഏവർക്കും നമസ്കാരം.